രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ട് പ്രതിപക്ഷം പ്രധാനമന്ത്രിയെയും ബി.ജെ.പി. സ്ഥാനാർത്ഥികളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണെന്ന് ബി.ജെ.പി. കങ്കണ റണൌത്തിനെതിരെയുള്ള കോൺഗ്രസിന്റെ പരാമർശം മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്നതാണെന്ന് ബി.ജെ.പി. നേതാവ് ഷെഹസാദ് പൂനാവല്ല വ്യക്തമാക്കി. അതേസമയം കങ്കണയ്ക്കെതിരെയുള്ള പരാമർശത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണങ്ങളൊന്നും ഉന്നയിക്കാനില്ലാത്തതുകൊണ്ട് പ്രതിപക്ഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി.ജെ.പി. സ്ഥാനാർത്ഥികളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണെന്ന് ബി.ജെ.പി. കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിയെയും രാജ്യത്തിന്റെ മാതൃശക്തിയെയും കോൺഗ്രസ് നേതാക്കൾ അപമാനിച്ചെന്ന് ബി.ജെ.പി. നേതാവ് ഷെഹസാദ് പൂനാവല്ല പ്രതികരിച്ചു. ഏറ്റവും ഒടുവിൽ മാണ്ഡിയയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി കങ്കണ റണൌത്തിനെതിരെ കോൺഗ്രസ് ദേശീയ വക്താവും IT സെൽ മേധാവിയുമായ സുപ്രിയ ശ്രീനേർ നടത്തിയ പ്രസ്താവന സ്ത്രീ സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്നതാണെന്നും കോൺഗ്രസ് എത്ര ന്യായീകരിച്ചാലും ജനങ്ങൾ മാപ്പ് തരില്ലെന്നും ഷെഹസാദ് പൂനാവല്ല പറഞ്ഞു. और न केवल कंगना रनौत का, न केवल नारी का, उन्होंने समूचे हिमाचल का, समूचे मंडी का और समूचे नए भारत का भी अपमान करने का काम किया है. जिस प्रकार से उन्होंने अभद्र पोस्ट डालकर फिर उससे पल्ला झाड़ने की कोशिश की है. इस पूरे विषय पर इतने घंटे होने के बावजूद भी ना प्रियंका वाड्रा जी का, ना राहुल जी का, ना खड़गे जी का कोई बयान आया है. वैसे तो इनकी पार्टी का तथाकथित नारा है, लड़की हूं लड़ सकती हूं. पर प्रियंका वाड्रा जी, आपकी पार्टी का चलन तो ऐसे लगता है कि लड़की हूं तो क्या कांग्रेस से बच सकती हूं. कभी किसी लड़की का अपमान जैसे कंगना रनौत का किया गया, क्योंकि वो किसी पारिवारिक पृष्ठभूमि से नहीं आती. കങ്കണയെ ലൈംഗികപരമായി അധിക്ഷേപിക്കുന്ന കോൺഗ്രസ് വക്താവിന്റെ പോസ്റ്റിനെതിരെ ഹിമാചലിൽ പ്രതിഷേധം ശക്തമാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഷയം പരിശോധിച്ച് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിട്ടുണ്ട്. ജനം, ഡൽഹി.